ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഒരു യാത്ര പോവാന്ന് പറയുന്നത് ശരിക്കും ഒരു മണ്ടത്തരാണ്. ചില യാത്രകൾ നമുക്ക് പുതിയ അനുഭവങ്ങളും ഒരു പുതിയ തുടക്കവും ഒക്കെ സമ്മാനിക്കും. അത്തരത്തിലൊരു യാത്രയാണ് എൻ്റെ ഈ കൊടൈക്കനാൽ യാത്ര. കൺമണി അൻപോട് എല്ലായിടത്തില്ലേ പോവാ. രാവിലെ 4 മണിയോടെ നമ്മളെ യാത്ര ആരംഭിച്ചു. കൊച്ചിയിൽ നിന്ന് പാലക്കാട് പളനി വഴിയാണ് കൊടൈക്കനാലിലേക്ക് പോകുന്നത്. വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് വീണ്ടും കൊടൈക്കനാൽ യാത്ര എന്ന് ചോദിച്ചാൽ, ഈ കാടും മലകളും ഒക്കെ കയറി അവിടുത്തെ ആളുകളോടൊക്കെ ഒന്ന് ഇടപഴകി തിരിച്ചു വരുമ്പം നമ്മളെ മൈൻഡ് വല്ലാതെ അങ്ങ് റീഫ്രഷ് ആവും. അത് വേറെ എവിടെ പോയാലും കിട്ടില്ല. ടോളും ടണലും ഒക്കെ കഴിഞ്ഞ് 6 മണിയോടെയാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എത്തുന്നത്. കൊല്ലങ്കോട് എത്തുമ്പോഴത്തേക്കും സൂര്യൻ പതിയെ വന്നു തുടങ്ങിയിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു കൊടൈക്കനാലിൽ പോകാമെന്ന് തീരുമാനിക്കുന്നത്. കൊടൈക്കനാലിൽ പോകാൻ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ, കൊടൈക്കനാലിൽ സ്വന്തം വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ എന്തായാലും ഇ പാസ് എടുക്കണം. ഇ പാസ് എടുക്കാൻ സിമ്പിളാണ്. ജസ്റ്റ് ഗൂഗിളിൽ കൊടൈക്കനാൽ ഇ പാസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് QR കോഡ് ജസ്റ്റ് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. അത് ചെക്ക് പോസ്റ്റ് കാണിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് കയറിപ്പോവാം. ഇ പാസ് എടുക്കാൻ വേണ്ടി അതിൻ്റെ വെബ്സൈറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ റെസിപ്റ്റ് പാസിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് ഹോട്ടലോ റിസോർട്ടോ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. മേക്ക് മൈ ട്രിപ്പ് ഓപ്പൺ ചെയ്ത് ആദ്യം കണ്ട റിസോർട്ട് തന്നെ ബുക്ക് ചെയ്തു. അതിൻ്റെ റെസിപ്റ്റ് എടുത്ത് അപ്ലോഡ് ചെയ്തു. പിന്നീടാണ് ആ റിസോർട്ടിനെ പറ്റി അന്വേഷിച്ചത്. രണ്ടര മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം 6:30 തമിഴ്നാട്ടിലെത്തുന്നത്. തമിഴ്നാട്ടിലെ മനോഹരമായൊരു സ്ഥലമായ പൊള്ളാച്ചിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രിപ്പ് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ രാത്രി ഒട്ടും ഉറക്കു വന്നില്ല. ഇപ്പോഴാണ് ചെറിയൊരു മയക്കമൊക്കെ വന്നു തുടങ്ങുന്നത്. ഹൈവേയിൽ കയറി ആദ്യത്തെ ചായപ്പിടയിൽ തന്നെ നമ്മൾ വണ്ടി നിർത്തി. കഴിഞ്ഞ തവണ കൊടൈക്കനാലിൽ പോയപ്പോഴും നമ്മൾ ഇതേ സ്ഥലത്തു നിന്നായിരുന്നു ചായ കുടിച്ചത്. റോഡിൻ്റെ 2 വശത്തും ധാരാളം വിൻഡ് മില്ലുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ കറൻ്റ്ലി ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് തമിഴ്നാട്. വിൻഡ് മില്ലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ച് കുറച്ച് സമയം ഈ ഒരു സ്ഥലത്ത് ചെലവഴിച്ചു. ഇനി പളനി വരെയുള്ള യാത്ര ഈ വിൻമില്ലും പരന്ന പ്രദേശങ്ങളും കൃഷിയും ഒക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ്. കൊടൈക്കനാൽ പോകുമ്പോൾ പറ്റിയൊരു പാട്ട് ഏതാണെന്നറിയാം. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ പൊന്നണി വീട്ടിൽ സൗഖ്യമേ. പളനി മുരുകൻ ടെമ്പിളാണ് ദൂരെ ആ മലേൻ്റെ മേളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് ഇനി കൊടൈക്കനാലിലേക്ക് 64 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് കൊടൈക്കനാലിൽ എത്താൻ പറ്റും. റോഡിൻ്റെ 2 വശത്തുമുള്ള കൃഷിയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഒരു 14 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നത്. ഈ ഒരു ചെക്ക് പോസ്റ്റിൽ ഇ പാസും കാണിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര തുടരാം. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര കുന്നും മലകളും ഒക്കെ കയറിയാണ്. ഒരു നാടിനെ പറ്റി അറിയണ്ടെങ്കിൽ ആ നാട്ടിലെ ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചാൽ മതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരുടെ സംസ്കാരവും ആ നാടിനെ പറ്റിയുള്ള കാഴ്ചപ്പാടും ഒക്കെ ആ ചായക്കടയിൽ നിന്ന് നമുക്ക് കിട്ടും.
കൊടൈക്കനാൽ എത്തിയിട്ട് ആദ്യം പോയത് ജബ്ബാസ് കഫേയിലെ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാനായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ കട ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്തുള്ളൊരു കഫേയിൽ കയറി മോമോസും ഫിൽട്ടർ കോഫിയും ഒക്കെ കഴിച്ചിരുന്നു. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ജബ്ബാസ് കഫേ തുറക്കുന്നത് കണ്ടത്. പിന്നെ അവിടുത്തെ അണ്ണനെ കൊണ്ട് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിപ്പിച്ച് അതും കുടിച്ചിട്ടാണ് റൂമിലേക്ക് പോയത്. കൊടൈക്കനാൽ ലേക്കിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറി ചെട്ടിയാർ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തമായ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഈ റിസോർട്ട് സമ്മാനിക്കുന്നത്. റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയപ്പോഴാണ് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചത്. കഴിഞ്ഞ തവണ കൊടൈക്കനാൽ വന്നപ്പോൾ മന്നവന്നൂർ പോയിരുന്നെങ്കിലും അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. കൊടൈക്കനാലിലെ സ്വർഗം ഇരിക്കുന്നത് ഇവിടുത്തെ ഗ്രാമങ്ങളിലാണ്. അങ്ങനെ ഒരു സ്വർഗം തേടിയാണ് പിന്നീട് നമ്മൾ പോയത്. വൈകിട്ട് 4 മണിയോടെ മന്നവന്നൂർ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ആടുകൾ കൂടാതെ പല ബ്രീഡിലുള്ള മുയലുകളെയും നമുക്കിവിടെ കാണാൻ പറ്റും. മുയലിൻ്റെ ചോര കൊണ്ടുള്ള ഹെയർ ഓയിലാണ് എന്നെ ഇവിടെ അത്ഭുതപ്പെടുത്തിയത്. മന്നവന്നൂർ ഷീപ്പ് ഫാമിന് തൊട്ടടുത്തുള്ള ഈ ഒരു ഔട്ട്ലെറ്റിലാണ് മുയലിൻ്റെ ചോര കൊണ്ടുള്ള ഹെയർ ഓയിൽ കൊടുക്കുന്നത്. ഇനി മന്നവന്നൂരിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള തിരിച്ചുപോക്കാണ്. പൂമ്പാറ വില്ലേജ് വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞ് പളനി വ്യൂ പോയിന്റ് എത്തുന്നതിന് മുന്നേ ആയിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. ബ്രെഡ് ഓംപ്ലേറ്റും ചായയും ഒരു ചിക്കൻ റൈസുമാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ഫുഡൊക്കെ വളരെ ടേസ്റ്റുള്ള ഫുഡാണ്. അതിലും കൂടുതൽ ഇഷ്ടമായത് ഇവിടുത്തെ ഒരു വ്യൂ ആണ്. ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നു പോയപ്പോൾ നല്ലൊരു സൺസെറ്റ് കണ്ടു. കഷ്ടപ്പെട്ട് സൺസെറ്റിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടപ്പം ഈ പാർട്ടി നമ്മളെയും കൂട്ടി പാർട്ടിയുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. 4 തൂണിൽ നിർമ്മിച്ച ഒരു പഴയ ടവർ അല്ലെങ്കിൽ ഒരു വ്യൂ പോയിന്റ് എന്നൊക്കെ പറയാം. പേടിച്ചുകൊണ്ടാണ് കയറിയത്. ആ പേടി മാറ്റാൻ പാർട്ടിയും നമ്മളെ കൂടെ കയറി ചുറ്റിലുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്ന് ഓരോ കഥകളും പറഞ്ഞു തന്നു. சரிதா இந்த மலை விட்டுருங்க. இந்த மலை தள்ள அங்கிட்ட ஒரு மலை இருக்குது பாருங்க, அதுதான் பழனி மலை. பழனி மலை இடும்பு மலை. കുറേ സമയം അവിടെ കഥകളൊക്കെ പറഞ്ഞിരുന്നു. പോകുന്നതിന് മുന്നേ പാട്ടിയുടെ കൊച്ചുമക്കൾ ആ പറമ്പിലുണ്ടായിരുന്ന കുറച്ച് പൂക്കളൊക്കെ പറിച്ച് ഒരു ബൊക്കെ പോലെ തന്നു. യാത്രക്കിടയിൽ ചില മനുഷ്യരെ നമ്മൾ ഇതുപോലെ കണ്ടുമുട്ടും. നമ്മൾ ചോദിക്കാതെ നമുക്ക് സ്നേഹവും സഹായവും ഒക്കെ വാരിക്കോരിത്തരും. പാട്ടീനോടും കൊച്ചുമക്കളോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. രാത്രി ആയപ്പോഴാണ് ഒരു ചെറിയ തണുപ്പൊക്കെ വന്നു തുടങ്ങിയത്. ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും നാളെ രാവിലെ എഴുന്നേറ്റ് ഇവിടുന്ന് ഒരു സൺറൈസ് കാണാനുള്ളതുകൊണ്ടും വേഗം കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് സൺറൈസിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഗേറ്റിൻ്റെ പുറത്ത് ഒരൊച്ച കേട്ടത്. പോയി നോക്കുമ്പോൾ ബൈസൺ. കൊടൈക്കനാൽ വരുമ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു ബൈസണിനെ നേരിട്ട് കാണുക എന്നുള്ളത്. പക്ഷേ ഇത് ഒരു ബൈസണല്ല, ഒരു കൂട്ടം ബൈസണിനെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. മിക്ക ദിവസങ്ങളിലും രാവിലെ ഈ ഒരു സമയമാകുമ്പോൾ ഈ കൂട്ടം ബൈസൺ ഇതുവഴി പോകുന്നതാണ് അറിയാൻ പറ്റിയത്. ഞങ്ങൾ കെയർടേക്കറിനോട് പറഞ്ഞ് ഒരു നല്ല ഫിൽട്ടർ കോഫി ഇട്ട് സൺറൈസ് ആസ്വദിക്കാൻ പോയി.
ഫാം സ്റ്റേ ആയതുകൊണ്ട് ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കായ്ച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എമ്യൂണിറ്റീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ കെയർ ടേക്കറിന് മാത്രം നമുക്ക് 5 സ്റ്റാർ കൊടുക്കാൻ പറ്റും. 8:30യോടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായത്. ടിപ്പിക്കൽ തമിഴ്നാട് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റായ ഇഡ്ഡലിയും പൊങ്കലും കേസരിയും ഒക്കെയാണ് നമുക്ക് കഴിക്കാൻ കിട്ടിയത്. അതും കഴിച്ച് ഒരു 10 മണിയോടെ റിസോർട്ടും വെക്കേറ്റ് ചെയ്ത് നമ്മൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്തേക്ക് പോയി. ബോട്ടിങ്ങിനൊന്നും പോകാൻ വലിയ താല്പര്യമില്ല. കാഴ്ചകളൊക്കെ കണ്ട് ഇതിലൂടെയൊക്കെ ഒന്ന് നടന്ന് തിരിച്ചു പോകാമെന്നാണ് പ്ലാൻ. കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ടോ എന്നറിയില്ല, ഇവിടെ തിരക്ക് വളരെ കുറവാണ്. മുമ്പ് മസനഗുഡി വഴി ഊട്ടി പോയപ്പോഴാണ് ഊട്ടിയിൽ വെച്ച് ആദ്യമായിട്ട് മോഡീസിന്ന് ചോറൂസും ഹോട്ട് ചോക്ലേറ്റും ട്രൈ ചെയ്യുന്നത്. ആ സെയിം മോഡീസ് ഇപ്പോൾ കൊടൈക്കനാലിൽ ഒരു പ്രീമിയം കഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് അടുത്ത നമ്മൾ പോകുന്നത്. എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സാധനമാണ് സ്ട്രോബെറി ചോക്ലേറ്റ്. നല്ല ഫ്രഷ് സ്ട്രോബെറിയും അതിന് യൂസ് ചെയ്ത ചോക്ലേറ്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ പറയാം. വായിലിട്ടാൽ അതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്നും കൂടെ ട്രൈ ചെയ്യേണ്ട ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഫെറാറോ റോഷറിൻ്റെ പേസ്ട്രിയും 2 കോഫിയും വാങ്ങിച്ചത്. കൊടൈക്കനാൽ വരുവാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൊടൈക്കനാൽ ലേക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കഫേ വരുന്നത്. ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വിൽക്കുന്ന ധാരാളം കടകൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. കൊടൈക്കനാലിനോട് ബായ് പറഞ്ഞ് ഇനിയൊരു തിരിച്ചുപോക്കാണ്. വളരെ സന്തോഷത്തോടു കൂടിയും എക്സൈറ്റ്മെൻറ്റോടു കൂടിയും കയറിയ മലകളൊക്കെ സങ്കടത്തോടു കൂടിയാണ് തിരിച്ചിറങ്ങുന്നത്. 1:30യോടെയാണ് മലയൊക്കെ ഇറങ്ങി തിരിച്ച് പളനിയിലെത്തുന്നത്. ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ധാരാളം മാന്തോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. മാന്തോപ്പ് മാത്രമല്ല, മാങ്ങ വിൽക്കുന്ന ധാരാളം ആളുകളെ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഷോപ്പിൽ നമ്മൾ നിർത്തി അവിടുന്ന് കുറച്ച് മാങ്ങയും വാങ്ങിച്ചു. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് തിരിച്ചു പോകുമ്പോഴും മനസ്സിനുള്ളിൽ കൊടൈക്കനാലിൽ കണ്ട കാഴ്ചകളും നമ്മളെ സഹായിച്ച മനുഷ്യരെയും ഒക്കെയാണ് ഓർത്തുകൊണ്ടിരുന്നത്. തിരിച്ച് വീട്ടിലെത്തിയിട്ട് വേണം അടുത്ത എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ. പക്ഷെ ചില യാത്ര നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നൂല. അതുകൊണ്ടാണ് പോകുന്ന വഴിക്ക് വീണ്ടും നമ്മൾ യാത്ര കൊല്ലങ്കോട്ടെ ചെല്ലഞ്ചേട്ടൻ്റെ കടയിലേക്ക് പോയത്. ചായ കുടിച്ച് നേരെ പോയത് പെരുങ്ങോട്ടുശ്ശേരി കളത്തിലേക്കാണ്. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇനി പുതിയ പുതിയ സ്ഥലങ്ങൾ തേടി യാത്ര ചെയ്യുന്നുള്ള ഉറപ്പോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.